അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഒറ്റൊരു മുട്ട കൊണ്ട് നല്ലൊരു അടിപൊളി സ്നാക്ക് നമുക്ക് തയ്യാറാക്കിയാലോ. വളരെ പെട്ടതും എന്നാൽ വെറൈറ്റി ആയിട്ടുള്ള നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ എന്താണെന്ന് നമുക്ക് കണ്ടു നോക്കാം. ആദ്യം ഒരു ബൗൾ എടുക്കുക, അതിലോട്ട് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. ഒറ്റൊരു കോഴിമുട്ട കൊണ്ടാണ് ഞാൻ തയ്യാറാക്കുന്നുള്ളത്. ഇതിലോട്ട് 2 ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇനി ആദ്യം ഒന്ന് പഞ്ചസാരയും മുട്ടയും ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. ഒരു വിസ്ക് വെച്ചിട്ട് ഇങ്ങനെ ചെയ്തെടുത്താൽ മതി. ഇതിലോട്ട് 1/2 ടീസ്പൂണ് വെനിലാൻ്റെ പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ പൗഡർ ഇല്ലെങ്കിൽ വെനില എസൻസ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. വീണ്ടും ഒന്ന് കലക്കി കൊടുക്കുക. ഇതിലോട്ട് 2 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ അല്ലാത്ത വേറെ ഏത് ഓയിൽ വേണേലും ഒഴിച്ച് കൊടുക്കുക. സൺഫ്ലവർ ഓയിലാണ് ഞാനിപ്പോൾ ഇവിടെ ഒഴിച്ച് കൊടുക്കുന്നുള്ളത്. 2 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കുക. ഇനി നമുക്ക് 5 ടേബിൾ സ്പൂണ് തൈരും കൂടി ചേർത്ത് കൊടുക്കുക. അധികം പുളിയില്ലാത്ത തൈര് എടുക്കലാണ് നല്ലത്. കട്ടയില്ലാതെ നല്ലവണ്ണം ഒന്ന് കലക്കിയതിന് ശേഷം ഒഴിച്ച് കൊടുക്കുക. 5 ടേബിൾ സ്പൂൺ കേട്ടോ. ഈ അളവൊക്കെ കൃത്യമായിട്ട് തന്നെ നിങ്ങൾ എടുക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് വീണ്ടും നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. മുട്ടയും തൈരും ഓയിലും എല്ലാം നല്ലവണ്ണം മിക്സാക്കി എടുക്കണം. വിസ്ക് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് മിക്സാക്കി കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ട് മിക്സാക്കിയാലും മതി കേട്ടോ. ഇപ്പം തന്നെ നല്ലൊരു ക്രീമി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ചേർക്കാനുള്ളത് മൈദ മാവാണ്. അത് ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 കപ്പാണ് എടുത്തിട്ടുള്ളത്. അതിട്ട് കൊടുക്കുക. 1/2 കപ്പ് മൈദാമാവും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലോട്ട് 1 ടീസ്പൂണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക. ബേക്കിംഗ് സോഡ ചേർക്കുമ്പോൾ എപ്പോഴും നല്ല ഡേറ്റ് നോക്കിയിട്ടുള്ള ബേക്കിംഗ് സോഡ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഡേറ്റ് കഴിഞ്ഞിട്ടുള്ളതും പഴകിയതുമായ ബേക്കിംഗ് പൗഡർ പിന്നെ നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് കിട്ടിയില്ല. ബേക്കിംഗ് പൗഡറാണ് കേട്ടോ, ബേക്കിംഗ് സോഡയല്ല. ബേക്കിംഗ് പൗഡറാണ് വേണ്ടത്. വീണ്ടും നല്ലവണ്ണം ഒന്ന് മിക്സാക്കി. ഈ പരുവാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ കട്ടയില്ലാതെ നല്ലവണ്ണം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ പൈപ്പിംഗ് ബാഗിലോട്ട് മാറ്റാം. ഒരു ഗ്ലാസ്സിലോട്ട് ഞാനിപ്പോൾ ഒരു പൈപ്പിംഗ് ബാഗ് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇത് ഇല്ലെന്ന് വെച്ചിട്ട് വിഷമിക്കേണ്ട. ഇല്ലെങ്കിൽ തവി കൊണ്ടും ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പൈപ്പിംഗ് ബാഗിലാകുമ്പോൾ നല്ലൊരു ഷേപ്പും വളരെ എളുപ്പത്തിൽ പണി തീരുന്നതുമാണ്. അപ്പോൾ ഈസി ആയിട്ടല്ലേ നമുക്ക് കുക്കിങ്ങൊക്കെ ചെയ്യാൻ ഇഷ്ടപ്പെടുക. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നുള്ളത്. അങ്ങനെ പൈപ്പിംഗ് ബാഗിൽ നിന്ന് നമുക്കിതേപോലെ ഇപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടൊന്നുമില്ല. എല്ലായിടത്തും മിക്സാക്കി ഒന്നും കൂടി കൈവച്ചിട്ട് മിക്സാക്കി കൊടുക്കുക. പാൻ വെച്ച് കൊടുക്കുക. വളരെ കുറഞ്ഞ തീയിലോട്ട് ആക്കി കൊടുക്കണം. എന്നിട്ട് അതിലോട്ട് ഒരു 1/2 ടീസ്പൂണ് ഓയിൽ ഇങ്ങനെ ഇതേപോലെ ഇറ്റിച്ച് കൊടുക്കുക. എല്ലായിടത്തും ആകാൻ വേണ്ടിയിട്ട് അത് ചൂടായിട്ട് വരണം. ഇനി ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് ഏറ്റവും ചെറിയ തീയിലിട്ടിട്ട് ഇതേപോലെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുക. പറഞ്ഞാൽ പൈപ്പിംഗ് ബാഗിൻ്റെ ആവശ്യമില്ല. തവി വെച്ചിട്ട് ചെയ്ത് കൊടുത്താലും മതി. എളുപ്പത്തിൽ വേണ്ടിയിട്ടും ഒരു ഷേപ്പ് വരുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നുള്ളത്. ഇനി ചെറിയ തീയിൽ ഒരു ഗോൾഡൻ കളറാവുന്നതിന് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരിക്കലും തീ കൂട്ടി കൊടുക്കരുത് കേട്ടോ. ഇതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഈ കളറായാൽ മതി കേട്ടോ. അങ്ങനെ എല്ലാം ഇതേപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ആ സൈഡും ഇതേപോലെ കളറാക്കിയിട്ട് എടുക്കാം. പോവല്ലേ. എന്നിട്ട് ഒരു ചെറിയ പരിപാടിയും കൂടി ഉണ്ട്. പിന്നെ ആദ്യമായിട്ടാണോ എൻ്റെ ചാനലൊക്കെ കാണുന്നുണ്ടെങ്കിൽ റെസിപ്പിയൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങൾക്കുള്ള വളർച്ച എന്ന് പറയുന്നത്. അപ്പോൾ ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് പൊടിച്ചെടുക്കുക. എന്നിട്ട് എല്ലായിടത്തും ഇതേപോലെ ഒന്ന് നിരപ്പാക്കി കൊടുക്കുക. എന്നിട്ട് ഇപ്പം നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഓരോന്ന് ഇതിലോട്ട് മുക്കിയെടുക്കുക. ഇതേപോലെ തിരിച്ച് മറിച്ച് വിട്ടിട്ട് ഒന്ന് മുക്കിയെടുത്താൽ മതി. അങ്ങനെ എല്ലാത്തിലും ഇതേപോലെ ചെയ്തെടുക്കുക. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഇത് എങ്ങനെയും ട്രൈ ചെയ്ത് നോക്കണം. ഒറ്റൊരു മുട്ടയല്ലേ ഉള്ളൂ ഇതിന് ആവശ്യമുള്ളൂ. കുറച്ച് മൈദപ്പൊടി, വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ. നിങ്ങൾ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്.
എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികൾ വീണ്ടും വരുന്നതാണ്.